ഹായ് ഓൾ. ചിലപ്പോഴൊക്കെ നമ്മൾ ബസ്സിലോട്ടൊന്ന് ഓടിക്കയറാനായിട്ട് ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ കസേരയിൽ നിന്ന് പെട്ടെന്നൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴോ നമ്മുടെ കാലുകൾക്ക് പഴയ പോലുള്ള ഒരു ബലമില്ലാത്ത പോലെ തോന്നാറുണ്ടോ? പണ്ടത്തെ ആ വേഗതയും കരുത്തുമൊക്കെ കുറഞ്ഞു വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ശരീരം ഒരു മെഷീൻ പോലെയാണ്. അതിൻ്റെ പാർട്സൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ 2 സിമ്പിൾ ടെസ്റ്റ്, അതായത് കാലുകളുടെ ബലവും ബാലൻസും എങ്ങനെയാണ് നോക്കുന്നത് മനസ്സിലാക്കാം. ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സിറ്റ് ടു സ്റ്റാൻഡാണ്. ഇതിനു വേണ്ടി നമുക്ക് ഉറപ്പുള്ള ഒരു കൈപ്പിടി ഇല്ലാത്ത ഒരു സാധാരണ കസേരയിൽ, പിന്നെ നമുക്ക് സമയം നോക്കാനായിട്ട് അത് ഫോണിലെ വാച്ചായാലും മതി. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കസേര ഭിത്തിയോട് ചേർത്ത് ഉറപ്പിച്ച് വെക്കുക. കസേര തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കസേരയുടെ ആ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ നിവർന്നിരിക്കുകയാണ്. പാദങ്ങൾ തറയിൽ ഉറപ്പിച്ച് വെക്കണം. ഇനി നമ്മുടെ കൈ എങ്ങനെയാണ്? കൈ രണ്ടും നെഞ്ചിന് കുറുകെ നമ്മളിങ്ങനെ ഒരു ക്രോസായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി എവിടെയും നമ്മൾ പിടിക്കാനോ തള്ളാനോ ഒന്നും പാടില്ല. നമ്മുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കസേരയിൽ നിന്ന് പൂർണ്ണമായി എഴുന്നേറ്റ് നിൽക്കുക. ഉടൻ തന്നെ തിരികെ ഇരിക്കുകയും ചെയ്യുക. ഇങ്ങനെ നമ്മൾ 30 സെക്കൻഡിൽ എത്ര പ്രാവശ്യം എഴുന്നേൽക്കാനും ഇരിക്കാനും സാധിക്കുമെന്ന് എണ്ണുക. ഓരോ പ്രാവശ്യം നമ്മൾ എഴുന്നേൽക്കുമ്പോഴും ശരീരം നേരെ നിവർന്ന് നിൽക്കണം. ഓരോ തവണ ഇരിക്കുമ്പോഴും കസേരയിൽ ഇരുന്നെന്ന് നമ്മൾ ഉറപ്പാക്കുകയും വേണം. ബാലൻസ് പ്രശ്നം ഉണ്ടെങ്കിൽ സേഫ്റ്റിക്കായിട്ട് ഒരാൾ അടുത്ത് നിൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എളുപ്പത്തിൽ നമുക്ക് എണീക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ നല്ല ഹെൽത്തിയാണ്, വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നമുക്ക് വളരെ ഡിഫിക്കൽട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മുടെ മസിൽസിനൊക്കെ വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് ഭാവിയിൽ മുട്ടുവേദനയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടിലേക്കോ ഒക്കെ പോകാം. ഇനി ഇതിന് പരിഹാരം എന്താണ്? നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയർ സ്ക്വാറ്റ് എന്ന് പറഞ്ഞ് എക്സർസൈസ് ചെയ്യാം. അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ബാലൻസ് പരിശോധിക്കാനുള്ളൊരു ടെസ്റ്റാണ് സിംഗിൾ ലെഗ് സ്റ്റാൻഡ്സ് ടെസ്റ്റ്. ആദ്യം നേരെ നിൽക്കുക. ഒരു കാൽ ഉയർത്തിപ്പിടിച്ച് മറ്റേ കാലിൽ എത്ര നേരം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 20 സെക്കൻഡ്സിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബാലൻസ് ഉണ്ട്, നമ്മുടെ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആണ്. എന്നാൽ 10 സെക്കൻഡിൽ താഴെ ഉള്ളുവെങ്കിൽ ഇത് വീഴാനുള്ള സാധ്യത അല്ലെങ്കിൽ ഫോൾ റിസ്ക് കൂടുതലാണെന്ന് സൂചിപ്പിക്കുന്നു. നമുക്ക് ബാലൻസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു എക്സർസൈസാണ് ടാൻഡം സ്റ്റാൻഡിങ്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കസേരയുടെ അരികിൽ നിൽക്കണം. നമുക്ക് കസേര ഒരു ബാലൻസ് പോയാൽ പിടിക്കാൻ പാകത്തിനായിട്ടാണ് അടുത്ത് വെക്കേണ്ടത്. ഇനി നമ്മുടെ കാലിൻ്റെ സ്ഥാനം, ഒരു കാലിൻ്റെ ഹീലിൻ്റെ തൊട്ട് പുറകിലായിട്ട് മറ്റേ കാലിൻ്റെ വിരലുകൾ കൊണ്ടുവെക്കുക. അതായത് നമ്മൾ ഒരു കാല് മറ്റേ കാലിൻ്റെ നേരെ മുന്നിൽ നീങ്ങി പിക്ചറിൽ കാണുന്ന പോലെ അങ്ങനെ നിൽക്കുക. നേരെ നോക്കുക, താഴേക്ക് നോക്കാതെ നേരെ മുന്നിലോട്ട് നോക്കുക. ഇത് ബാലൻസ് നിലനിർത്താനായിട്ട് സഹായിക്കും. ഈ രീതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ നിൽക്കാൻ ശ്രമിക്കുക. ഇനി കാലുകൾ മാറ്റുക. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ കാലുകളുടെ സ്ഥാനം മാറ്റി, അതായത് മുന്നിലുള്ള കാല് പിന്നിലേക്ക് മാറ്റുക.